ഇന്നത്തെ അറിയിപ്പുകൾ. തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് ആധാർ വെരിഫിക്കേഷൻ നടപ്പിലാക്കും. അനധികൃതമായി ടിക്കറ്റ് ബുക്കിംഗ് വർദ്ധിക്കുന്നുവെന്ന പരാതി ഉയരുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. പുതിയ നിർദ്ദേശം പ്രാബല്യത്തിൽ വരുന്നതോടെ ആധാർ വെരിഫൈ ചെയ്ത അക്കൗണ്ടുകൾക്ക് മാത്രമേ ഓൺലൈൻ തത്കാൽ ടിക്കറ്റ് ബുക്കുകൾ ചെയ്യാൻ കഴിയൂ. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് ആധാർ അധിഷ്ഠിത OTP ഓതന്റിക്കേഷൻ ആവശ്യമാണ്. പുതിയ നിർദ്ദേശം ഈ മാസാവസാനത്തോടെ പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ റെയിൽവേയുടെ സൈറ്റായ IRCTC വഴി തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിൽ യാത്രക്കാരിൽ നിന്നടക്കം പരാതി വ്യാപകമാണ്. തൽക്കാൽ വിൻഡോ തുറന്ന മിനിറ്റുകൾക്കകം ടിക്കറ്റുകൾ തീരുന്നത് റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. ടിക്കറ്റുകളുടെ ദുരുപയോഗം തട്ടിപ്പും തടയുന്നതായി മനസ്സിലാക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് തൽക്കാൽ കോട്ടയ്ക്ക് കീഴിലുള്ള യഥാർത്ഥ യാത്രക്കാർക്ക് ടിക്കറ്റ് ലഭ്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. ടിക്കറ്റ് ബുക്കിംഗ് നടപടികളെ ആധാർ പരിശോധനയുമായി ബന്ധിപ്പിക്കുന്നതോടെ തട്ടിപ്പ് തടയാനും കൂടുതൽ സുതാര്യവും നീതിയുക്തവുമായ ടിക്കറ്റ് ബുക്കിംഗ് ഉറപ്പാക്കാനുമാകും. 2025 ജനുവരി മുതൽ മെയ് വരെ ബുക്കിംഗ് വിൻഡോകൾ തുറന്നതിന് 5 മിനിറ്റിനുള്ളിൽ 2.9 ലക്ഷം സംശയാസ്പദമായ PNRകൾ IRCTC കണ്ടെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ സ്റ്റേഷനുകളിൽ പാർക്കിംഗ് നിരക്ക് വർദ്ധിപ്പിച്ചു. ഇരുചക്രവാഹനങ്ങൾക്ക് 15 രൂപയിൽ നിന്ന് 30 രൂപയായും 4 ചക്രവാഹനങ്ങൾക്ക് 25 രൂപയിൽ നിന്ന് 80 രൂപയുമായാണ് വർധനവ്. ദീർഘദൂര യാത്ര ചെയ്യുന്നവർ ഏറെ ആശ്രയിക്കുന്ന ഇരുചക്രവാഹനങ്ങളുടെ ഒരു മാസത്തെ പാർക്കിംഗ് ഫീസ് 200 നിന്ന് 600 രൂപയാക്കി ഉയർത്തി. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ജീവനക്കാർക്കായി KSRTC നടപ്പാക്കുന്ന ഇൻഷുറൻസ് പദ്ധതി പ്രാബല്യത്തിൽ വന്നു. SBIയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതി പ്രകാരം അപകടത്തിൽ മരിച്ചാൽ 1 കോടി രൂപ നഷ്ടപരിഹാരം ലഭിക്കും. SBIയുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി പ്രകാരം 1 കോടി രൂപയാണ് അപകട മരണത്തിന് നഷ്ടപരിഹാരം ലഭിക്കുക. അപകടം ഡ്യൂട്ടിക്കിടെ അല്ലെങ്കിലും നഷ്ടപരിഹാരം ലഭിക്കും. ഇതിനായി ജീവനക്കാർ പ്രീമിയം അടയ്ക്കേണ്ടതില്ല എന്നതാണ് പ്രത്യേകത. KSRTCയിലെ 22,000-ലേറെ സ്ഥിരം ജീവനക്കാർക്ക് ആശ്വാസമാകുന്നതാണ് പുതിയ ഇൻഷുറൻസ് പദ്ധതി. ഇതിലൂടെ അപകട മരണങ്ങൾക്ക് മാത്രമല്ല, അപകടത്തിൽ പൂർണ്ണവൈകല്യം സംഭവിച്ചാലും 1 കോടി രൂപയാണ് നഷ്ടപരിഹാരം ലഭിക്കുക. ഭാഗികമായി അപകടം സംഭവിച്ചാൽ 80 ലക്ഷം രൂപ ലഭിക്കും. ഗ്രൂപ്പ് ടേം ലൈഫ് ഇൻഷുറൻസ് പ്രകാരം 25,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്നവർക്ക് 6 ലക്ഷവും അപകടത്തിൽ മരിക്കുന്നവരുടെ പങ്കാളിക്കും മക്കൾക്കും 5 ലക്ഷവുമാണ് നൽകുക. 50,000-ന് മുകളിൽ ശമ്പളമുള്ളവർ വിമാന അപകടത്തിൽ മരിച്ചാൽ 1.6 കോടി രൂപ ലഭിക്കും. KSRTC നൽകുന്ന അപകട ആനുകൂല്യങ്ങൾക്ക് പുറമെയാണിത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് ബക്രീദ് അവധി ശനിയാഴ്ച മാത്രം. വെള്ളിയാഴ്ചയിലെ ബലിപെരുന്നാൾ അവധി ശനിയാഴ്ചയിലേക്ക് മാറ്റി സർക്കാർ ഉത്തരവിറക്കി. മന്ത്രിസഭായോഗത്തിന്റേതാണ് തീരുമാനം. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അവധി വേണമെന്ന ആവശ്യമുയർന്നിരുന്നു. മാസപ്പിറവി വൈകിയതിനെ തുടർന്ന് ബക്രീദ് ജൂൺ 7-നായിരിക്കുമെന്ന് മതപണ്ഡിതർ അറിയിച്ച സാഹചര്യത്തിലാണ് അവധി മാറ്റിയത്. തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ഈവനിംഗ് ഡിഗ്രി കോഴ്സ് ഓഫീസിൽ അധ്യാപക ഒഴിവ്. 2025-26 അധ്യയന വർഷത്തേക്ക് സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് അധ്യാപകരുടെ ഏതാനും ഒഴിവുകളാണ് നിലവിലുള്ളത്. ഈ വിഭാഗത്തിൽ BE, BTech ബിരുദവും ME, MTech ബിരുദവും ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ 1-ാം ക്ലാസ് യോഗ്യതയുള്ളവർ ജൂൺ 17-ന് രാവിലെ 10 മണിക്ക് കോളേജിൽ അഭിമുഖത്തിന് ഹാജരാകണം. പേര്, മേൽവിലാസം, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും ആയതിന്റെ പകർപ്പുകളും ഹാജരാക്കണം.